പ്രിയപ്പെട്ട കുട്ടികളെ, IT പ്രാക്ടിക്കലിൻ്റെ മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഗ്രൂപ്പിൽ ഓർമ്മിക്കുക, പൈത്തണും ഡാറ്റാബേസും. അതിൽ ഡാറ്റാബേസിൽ രണ്ട് ഏരിയയാണ് ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന് നമ്മുടെ ക്വറി പ്രിപ്പറേഷൻ, ഏതെങ്കിലും ഒരു ക്വറി അവർ പറയുന്ന മാതിരിയുള്ള ഒരു ക്വറി തയ്യാറാക്കണം. രണ്ടാമത്തെ ഏരിയ റിപ്പോർട്ട് ജനറേഷനാണ്. അവർ പറയുന്ന രീതിയിലുള്ള റിപ്പോർട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യണം. റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ട ഒരു ചോദ്യം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഒരു ചോദ്യം കൂടി നോക്കാം. Details of various athletes are given in the field file sports.odb. In the exam documents folder, prepare a report using the instructions given below using reports tool in LibreOffice Base. നമ്മളോട് പറയുന്നത് പ്രിപ്പയർ എ റിപ്പോർട്ടാണ്. റിപ്പോർട്ടിന് കുറച്ച് ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. ആ ഹിൻഡിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം നമ്മൾ ഡാറ്റാബേസ് ഒന്ന് ഓപ്പൺ ചെയ്യാം. പ്ലേസസിൽ, ഹോമിൽ, എക്സാം ഡോക്യുമെൻറ്റ്സിൽ sports.odb ഡബിൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ തുറക്കുന്നു. അപ്പോൾ ഇടതുവശത്തുള്ള ഡാറ്റാബേസ് പാനലിൽ നിന്ന് നമുക്ക് തയ്യാറാക്കേണ്ടത് റിപ്പോർട്ട് ആയതുകൊണ്ട് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. റിപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത വിസാർഡാണ്. ഓർമ്മിക്കുക, രണ്ടിലും വിസാർഡാണ്. ക്വറീസിലായാലും വിസാർഡാണ്, റിപ്പോർട്ട്സിലും നമ്മൾ വിസാർഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ജനറേറ്റ് ആക്കുന്നത്. വിസാർഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മേലെ റിപ്പോർട്ട് വിസാർഡിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയ വിൻഡോ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ക്ലോസ് ചെയ്യാം. അത് നമുക്ക് ഇപ്പോൾ ആവശ്യമില്ല. ഇത് ക്ലോസ് ചെയ്യരുത്. ഇതിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഇതിൽ സ്റ്റെപ്പുകൾ 6 സ്റ്റെപ്പ് ഉണ്ടെങ്കിലും നമ്മൾ സത്യത്തിൽ ഒന്നാമത്തെയും 6ാമത്തെയും സ്റ്റെപ്പ് മാത്രമേ നമ്മൾ ഉപയോഗിക്കപ്പെടും. ബാക്കിയെല്ലാം നെക്സ്റ്റ് അടിച്ചിട്ട് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒന്നാമത്തെ ഇതിൽ നമ്മൾ കാര്യമായിട്ട് നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ടേബിൾസ് ഓർ ക്വറീസ്. അത് നമ്മൾ കറക്റ്റ് ആക്കണം. ഏത് ടേബിളാണ്, ഏത് ക്വറിയാണ് നമ്മളിവിടെ എന്ന് കൃത്യമായിട്ട് പറയണം. അത് നോക്കണമെങ്കിൽ ചോദ്യം നോക്കണം. ചോദ്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, യൂസ് ദ ക്വറി കർണാടക. ക്വറി കർണാടകയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്വറി കർണാടക. അപ്പം നമ്മൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് ക്വറി കർണാടക, കർണാടകയുടെ ക്വറിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. ടേബിൾ ഓർ ക്വറീസിൽ ഉപയോഗിക്കേണ്ടത് ക്വറി കർണാടകയാണ്. അതിവിടെ കൃത്യമായിട്ട് ഹിൻഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാം. സെലക്ട് ക്വറി കർണാടക ഫ്രം ടേബിൾസ് ഓർ ക്വറീസ് ഇൻ ദ ഫീൽഡ് സെലക്ഷൻ ബിലോ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് അപ്പോൾ ഒന്നാമത്തെ ഹിൻഡ് നമ്മൾ പ്രയോജനപ്പെടുത്തി. ഇനി രണ്ടാമത്തെ ഹിൻഡിൽ പറയുന്നു, ഫീൽഡ്സ് ടു ഇൻക്ലൂഡ് ദ റിപ്പോർട്ട്, പ്ലെയർ കാറ്റഗറി, ടോട്ടൽ റൺസ്, ടോട്ടൽ വിക്കറ്റ്സ്. അപ്പം നമ്മൾ പ്ലെയർ കാറ്റഗറി ക്ലിക്ക് ചെയ്യുന്നു. ഗ്രേറ്റർ ദാൻ പ്ലെയർ കാറ്റഗറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ടോട്ടൽ റൺസും ടോട്ടൽ വിക്കറ്റ്സും. ടോട്ടൽ റൺസ്, ടോട്ടൽ വിക്കറ്റ്സ്. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ 3 ഫീൽഡുകളും നമ്മൾ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തി, ഇൻക്ലൂഡ് ചെയ്തു. ഇനി നമുക്ക് ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് പോവാം. രണ്ടാമത്തേലൊന്നും ആവശ്യമില്ല. മൂന്നാമത്തെ ഗ്രൂപ്പിംഗ് വേണ്ട. നാലാമത്തെ സോർട്ട് ഓപ്ഷൻസ് വേണ്ട. അഞ്ചാമത്തെ ചൂസ് ലേഔട്ട് വേണ്ട. ആറാമത്തേതിൽ നമുക്ക് ക്രിയേറ്റ് റിപ്പോർട്ട് എന്നുള്ളതിൽ ടൈറ്റിൽ ഓഫ് ദ റിപ്പോർട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. ഞാൻ 2222 എന്ന് കൊടുക്കുകയാണ്. എൻ്റെ രജിസ്റ്റർ നമ്പർ അതാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എന്താണോ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. ഫിനിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു റിപ്പോർട്ട് കിട്ടി. അവർ ഓരോരുത്തരും ടോട്ടൽ റൺസ് എത്രയാണ്, ടോട്ടൽ വിക്കറ്റ്സ് എന്താണ് എന്നൊക്കെയുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടി. ഈ റിപ്പോർട്ട് നമ്മൾ സേവ് ചെയ്യണം. ഓർമ്മിക്കണം, ക്വറീസിലാണെങ്കിൽ നമ്മൾ ഡാറ്റാബേസാണ് സേവ് ചെയ്യുന്നത്. ഈ റിപ്പോർട്ടാണെങ്കിൽ റിപ്പോർട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഫയലിൽ പോയിട്ട് സേവ് ആസ് കൊടുക്കുക. അവിടെ നിങ്ങൾ രജിസ്റ്റർ നമ്പറും അണ്ടർസ്കോർ എത്രയാണോ, ചോദ്യ നമ്പർ 3 ആയിരിക്കും. മൂന്നാമത്തെ ഗ്രൂപ്പിൽ 4 ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് 3 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാം 10ൽ 4 പ്രോഡക്റ്റാണ് അവിടെ ഉണ്ടാവുക. ഒന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് ഒരു പ്രോഡക്റ്റ്, രണ്ടാമത്തെ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാമത്തെ പ്രോഡക്റ്റ്, മൂന്നാമത്തെ ഗ്രൂപ്പിൽ നിന്ന് മൂന്നാമത്തെ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് അണ്ടർസ്കോർ 3 ആയിരിക്കും. 3 നിങ്ങളുടെ എക്സാം 10ൽ സേവ് ചെയ്യുക. അതോടുകൂടി നമ്മൾ ആക്ടിവിറ്റി കഴിഞ്ഞു. അതാണ് പറഞ്ഞത്, സേവ് ദ റിപ്പോർട്ട്. ഫയൽ സേവ് ആസ് എക്സാം 10ൽ രജിസ്റ്റർ നമ്പർ, ക്വസ്റ്റ്യൻ നമ്പർ ആസ് ഫയൽ നെയിം. അപ്പോൾ ഓർമ്മിക്കുക. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഡാറ്റാബേസും ക്ലോസ് ചെയ്യാം, പ്രശ്നമില്ല. ഡാറ്റാബേസ് ക്ലോസ് ചെയ്യില്ല, ഡോണ്ട് സേവ് പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. കാരണം റിപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഇത്തരത്തിൽ ഡാറ്റാബേസിലെ 2 ഏരിയയും നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്വറിയുടെ ഒരു പ്രിപ്പറേഷൻ ഓഫ് ദി ക്വറിയും പ്രിപ്പറേഷൻ ഓഫ് ദി റിപ്പോർട്ടും. അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ചില സ്റ്റെപ്പുകളിൽ ഒരു സൂക്ഷ്മത പാലിക്കണം എന്നതേ ഉള്ളൂ.
വളരെ എളുപ്പമാണ് 7 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് നോക്കുക. ഗ്രൂപ്പ് 3 അതോടുകൂടി നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഗ്രൂപ്പ് 4 ചോദ്യങ്ങളാണ്. അത് അടുത്തായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.